ദീപക് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതി എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം. അത് ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. BNS ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ 10 വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ചെയ്യുന്നത് എന്ന് നമുക്കങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, കോടതികളെല്ലാം തന്നെ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് നീതി നടപ്പാക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്രത്തോളം നീതി പ്രാബല്യം വരും എന്നുള്ളത് എനിക്ക് കുറച്ച് സംശയമാണ്. കാരണം മറ്റൊന്നുമല്ല, സൂയിസൈഡ് നോട്ട്സ് അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പുകൾ അല്ലെങ്കിൽ മരണമൊഴി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണ് ഇതിനൊരു ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് കൂടുതലും ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് കണക്കാക്കുകയും അതിന്റെ പേരിലാണ് കൂടുതലും ശിക്ഷ ലഭിക്കുന്നത്. ഇവിടെയൊക്കെ അതിന്റെ ആബ്സെൻസ് ആണ്. ഇവിടെയൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ല. മാത്രമല്ല നോളജോ ഇന്റൻഷനോ ഒന്നും ഭയങ്കരമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം ശിക്ഷ ലഭിക്കും എന്നുള്ളത് പറയാനും പറ്റില്ല. കാരണം ഇതിന്റെയൊക്കെ ഒരു ഇതുള്ളത് കൊണ്ട് ആത്മഹത്യാ പ്രേരണ എന്ന് പറഞ്ഞൊരു കുറ്റം ആ പെണ്ണിന് എതിരെ എടുക്കുമോ എന്നറിയില്ല. എന്നാലും നമുക്കെല്ലാം ശ്രമിക്കാം. ഒരാളുടെ ജീവൻ അങ്ങ് പോയതാണ്. ഇപ്രകാരം ആരും തന്നെ ഒരു പെൺകുട്ടികളും ഇപ്രകാരം ഒരു ദ്രോഹം ചെയ്യരുത്. ജസ്റ്റ് ന്യൂസൊക്കെ ഇട്ട് നോക്കിയാൽ അറിയാം അവരെ വീട്ടുകാരെ കണ്ണീര് കിട്ടും.